ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോൾ ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ, തൊണ്ട ചൊറിച്ചിലും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് തൊണ്ട ഇങ്ങനെ കുത്തലുണ്ട്. അപ്പോൾ മസാല പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ് എല്ലാ ഐറ്റംസും താണ്ടെ നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാക്ക് കൂടുതലും 10ൻ്റെ പാക്കറ്റാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ആ ഒരു ലെവൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പം പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുള്ളവർ നിങ്ങളുടെ നാട്ടിലത്തെ ആ ഒരു ലെവൽ അനുസരിച്ച് പാക്ക് ചെയ്യണേ. എനിക്ക് ഞാൻ ഇവിടത്തെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഇലയാണ് കേട്ടോ, മറ്റേ ലീഫ് ഉണ്ടല്ലേ, ഇതാണ്. അതുപോലെ ഏലക്കായ്, ഇതാണ് കശുവണ്ടി, പെരുംജീരകം, പട്ട, ഇത് ഗ്രാമ്പു, അതുപോലെ കുരുമുളക്. ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഉള്ളത് മസാല പാക്കറ്റിനകത്ത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ പാക്ക് ചെയ്തത് സ്റ്റോക്ക് ഇരിപ്പില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓർഡറുള്ള സമയത്താണ് കേട്ടോ ഇത് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് കൂടുതലും മൂവിങ് ഉള്ളത് കടല ഐറ്റംസാണ്, മിഠായികളും കടലയൊക്കെ. അപ്പോൾ വേണ്ടേ, ആദ്യമേ ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കണേ, ഇത്രയൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇതാ ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, വേണ്ട ഇത് ഗ്രാമ്പു, ഇത് കുരുമുളക്, വേണ്ട 2 ഏലക്കായ, ഇനി പട്ടയാണേ, വേണ്ട വലിയ പീസാണെങ്കിൽ ഒരു 2 പീസ് ഇട്ടാൽ മതി, ചെറിയ പീസാണെങ്കിൽ ഒരു 2-3 പീസ്. ഇപ്പം പട്ട വേണ്ട, ഇത്രയും ഐറ്റംസ് ആയേ. ഇനിയിപ്പം ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക്, കശുവണ്ടി. ഇനി ലീഫാണ് ഇടേണ്ടിയുള്ളത് കേട്ടോ, വലിയ ലീഫായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ മൊത്തം ഇടണമെന്നില്ല, നമുക്കിതിനെ പീസാക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ വലിയ ലീഫ് മൊത്തം ഇടണമെന്നില്ല, ഇതാണ് നമ്മുടെ ലീഫ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടേ. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതുകൊണ്ട് ഇത്ര ഐറ്റംസാണ് വരുന്നത്. എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കണു. വേണ്ടേ, അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇതിൽ കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അതാണ്ട് ഒട്ടിച്ചെടുത്ത് എന്നിട്ട് നമുക്ക് ഇതിനകത്ത് പെരുംജീരകമാണ് ഇടേണ്ടിയുള്ളത്. വേണ്ട, അതാണ്ട് പെരുംജീരകം, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 10 രൂപയ്ക്കുള്ള മസാലക്കൂട്ടിൻ്റെ പാക്കറ്റ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കും. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ 10 എണ്ണം ആക്കുമ്പോൾ നമുക്കൊരു ബോർഡ് അടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കറ്റുകൾ റെഡി ആയിട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ബോർഡിൽ അടിക്കാം.
നമ്മുടെ ബോർഡ് കാണേ. അപ്പോൾ പിന്നെ അടിക്കുന്നതിൻ്റെ ഒരു മെത്തേഡൊക്കെ അറിയാമെന്ന് വിചാരിക്കണം. അടിയിൽ വെക്കുന്ന കവറിൻ്റെ ഇതിൽ മുകളിൽ നമ്മൾ പിന്നടിക്കുമ്പോൾ ഉണ്ടല്ലേ, അടിയത്തെ കവറും കൂടെ ചേർത്ത് അടിക്കാതിരിക്കണം. വേണ്ട, ഇത്രയും ഒരു ഗ്യാപ്പ് കണ്ടോ, അടിയത്തെ കവറിൻ്റെ ഇതാണ് കാണുന്നത്. ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് ഏറ്റി വെച്ചാൽ നമ്മൾ അടിക്കുന്നത്. അതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുറേ പേരൊക്കെ ഇപ്പോഴും ഇങ്ങനെ മെസ്സേജ് ഇടും. എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ, അതായത് ഫ്രഷായിട്ട് എടുത്തിട്ട് ഡ്രൈ ചെയ്ത് സെയിൽ ചെയ്യുന്നതിനെ കുറിച്ചൊരു ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഇൻഷാ അള്ളാ ഞാൻ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇനി ഇതിൽ നൂലിടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ബോർഡ്. എല്ലാവരുടെയും ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പം ഇനി വേറെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കമൻ്റ് ഇടുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.